Hi, hello, welcome to yet another video of Bio Ocean. ഇന്ന് അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാമിൻ്റെ 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക വൈറോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. മൈക്രോബയോളജിയിലെ യൂണിറ്റിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് ഇത്. വൈറോളജിയിലെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യത്തുണ്ടാവില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇന്ന് ക്ലാസിഫിക്കേഷനും സ്ട്രക്ചറും ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ കുറച്ചധികം എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണത്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപേ നിങ്ങളുടെ പഠനമെല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അഗെയിൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിന് നല്ല രീതിയിൽ ഷോർട്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും കൂടെ കാണുക, ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക. സൂക്ഷിച്ചു വെച്ചാൽ മാത്രം പോരാ, പഠിക്കുക കൂടെ വേണം, ഓർത്ത് വയ്ക്കുകയും കൂടെ വേണം. ആൻഡ് സ്വന്തമായിട്ട് ആൻസറിൽ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പം പറ്റുന്നുണ്ടോ, അപ്പം ഏതൊക്കെ കോൺസെപ്റ്റ്സാണ് വീക്കായിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടും അപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോവുക കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. വൈറോളജിയിൽ നമ്മൾ ഇന്ന് ഏറ്റവും ആദ്യം വൈറസ് എന്താണ് എന്നുള്ളതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മെയിൻ ടോപ്പിക്സിലോട്ട് പോകാം. വൈറസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലർ ആയിട്ടുള്ള പാരസൈറ്റാണ്. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. സോ ബേസിക്കലി ഇത് മറ്റൊരു ജീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. സെല്ലിനകത്ത് കയറിക്കൂടി താമസിച്ച് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാരസൈറ്റാണ് വൈറസ് എന്ന് പറയുന്നത്. അതിനൊരു ജീനോം ഉണ്ടായിരിക്കും. DNA വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ RNA വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ജീനോം ഉണ്ടായിരിക്കും. ഈ ജീനോമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് ആയിട്ട് ഒരു പ്രോട്ടീൻ കോട്ടുണ്ട്. ആൻഡ് ഈ പ്രോട്ടീൻ കോട്ടുള്ള ചില വൈറസുകളുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വൈറസ്. ആൻഡ് ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ സെല്ലൊന്നുമില്ല. ഈ ജീനോം എന്നൊരു മെറ്റീരിയൽ ജീനോമിനെ കവർ ചെയ്യാതെയോ കാണുന്നു, അത്രയും മാത്രം. പിടികിട്ടിയാ. ഇനി വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ മൊബൈലായിട്ടുള്ള ജനറ്റിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കാരണം ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ മൂവബിൾ ആണോ അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലാതെ ഒരു സെൽ എന്നുള്ള രീതിയിലൊന്നും നമ്മൾക്ക് ഇവിടെ ഇതിനെ കാണാനായിട്ട് പറ്റില്ല. ഇവർക്ക് എനർജി ജനറേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള എബിലിറ്റി ഒന്നുമില്ല. കാരണം അസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ഹാവ് എ സെൽ. ഇത് സെല്ലൊന്നുമില്ല. ആൻഡ് ഇവരെ നമ്മുടെ ബോഡിയിലും ആനിമൽസിൻ്റെ ബോഡിയിലും പ്ലാന്റ്സിലും ബാക്ടീരിയാസിലും ഫംഗസിലും എല്ലായിടത്തും കാണാൻ പറ്റും. ആൻഡ് ആരുടെയൊക്കെ ബോഡിയിൽ വന്നാലും ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് അവരെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അവർ ഈ വൈറസ് അവരുടെ ബോഡിയിൽ കയറി പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് ചില വൈറസുകളുണ്ട്, അത് ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറസസും നമ്മളുടെ ചുറ്റുപാടുമുണ്ട് എന്ന് പറയാൻ പറ്റും. പിടികിട്ടിയോ? പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു അതൊരു അസെല്ലുലർ ജീവിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് സെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഡിലെമ്മ നിലനിൽക്കുകയാണ്. അതൊരു ട്രാൻസിയൻ സ്റ്റേജിൽ ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ജീവനുള്ള ഒരു വസ്തുവിൽ കയറുമ്പോൾ മാത്രമേ, ജീവനുള്ള വസ്തുവിൽ കയറാൻ ഹോസ്റ്റിൽ പാരസൈറ്റ് അല്ലേ, അപ്പോൾ അതിനൊരു ഹോസ്റ്റ് വേണമല്ലോ. ആ ഹോസ്റ്റിൽ കയറുമ്പോൾ മാത്രമാണ് അത് ലൈഫുള്ള ലിവിങ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറുന്നത്. ലിവിങ് അല്ലാത്തൊരു സാധനത്തിലായിരിക്കുമ്പോൾ അതിനെന്തില്ല, അതിന് ലൈഫില്ല, അത് നോൺ ലിവിങ് വസ്തുവായിരിക്കും. സപ്പോസ് ഒരു ടേബിളിൽ വൈറസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ടേബിളിലായിരിക്കുന്നിടത്തോളം കാലം അതൊരു നോൺ ലിവിങ് ആയിട്ടുള്ളൊരു ജീവിയായിരിക്കും. ആ ടേബിളിൽ നിന്ന് മെല്ലെ അതിൻ്റെ കയ്യിലോട്ട് വന്നു, സംഭവം അതിൻ്റെ ബോഡിയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ബിക്കമിങ് എ ലിവിങ് ഓർഗാനിസം. ഇങ്ങനെ ഒരു ട്രാൻസിയൻ സ്റ്റേജിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ് മുതൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ടേബിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരു സെല്ലുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസേ ഇല്ല. അവന്മാർക്ക് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, DNA അല്ലെങ്കിൽ RNA, രണ്ടും കൂടെ ഒരുമിച്ചൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. റൈബോസോം ഇല്ല, മൈറ്റോകോൺട്രി ഇല്ല. റെപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള റെപ്ലിക്കേഷൻ മെത്തഡാണ്. നമ്മളത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് റെപ്ലിക്കേഷൻ ഇൻ ഡീറ്റെയിൽ പഠിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയ ഐഡിയ. ഇനി ഒരു കംപ്ലീറ്റ് വൈറസ് പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിറിയോൺ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വൈറസിനേക്കാളും ഈ പറഞ്ഞ പോലെ മോളിക്കുലർ വെയിറ്റ് കുറവുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിന് നമ്മൾ വൈറോയിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. മറന്നു വരുത്തിച്ചോ ഈ വാക്കുകളൊക്കെ. കംപ്ലീറ്റ് ഒരു വൈറസ് പാർട്ടിക്കിളിനെ നമ്മൾ വിറിയോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കും.
വൈറസിനേക്കാളും മോളിക്കുലർ വെയിറ്റ് കുറവുള്ളതിനെ നമ്മൾ വൈറോയിഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് യൂഷ്വലി നമ്മൾ ബയോടെക്നോളജിയിലൊക്കെ വൈറസുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് അതിൻ്റെ ജീനോമിനെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പൊതുവെ വൈറസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഹോസ്റ്റ് സെൽ, ഇപ്പോൾ മനുഷ്യൻ്റെ സെല്ലാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ സെല്ലാണ് അടുത്ത ഹോസ്റ്റ് സെൽ, അതിലേക്ക് ഇതിൻ്റെ ജീനോമിനെ എത്തിക്കുക. അങ്ങനെയുള്ളൊരു പർപ്പസാണ് വൈറസിനുള്ളത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ ട്രാൻസ്ലേഷൻ പോലെയുള്ള പരിപാടികളൊക്കെ അത് ഓൾട്ടർ ചെയ്യും. അങ്ങനെയുള്ളൊരു ഫങ്ഷനിങ് ആണ് വൈറസിനുള്ളത്. വൈറസിന് നമ്മൾക്ക് പ്രധാനമായിട്ടുണ്ടല്ലോ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ എഴുതി വെച്ചേക്കുന്നത്. DNA വൈറസസും RNA വൈറസസും. DNA വൈറസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA കണ്ടെയ്നിങ് ആയിട്ടുള്ളത്, RNA വൈറസസ് എന്ന് പറഞ്ഞാൽ RNA കണ്ടെയ്നിങ് ആയിട്ടുള്ളത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം DNA കണ്ടെയ്നിങ് ആയിട്ടുള്ള കുറച്ച് വൈറസുകളെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഹെപ്പാഡ്ന വൈറിഡെ, പാർവോ വൈറിഡെ, പാപ്പോവ വൈറിഡെ, അഡനോ വൈറിഡെ, ഹെർപ്പസ് വൈറിഡെ, പോക്സ് വൈറിഡെ, ഇറിഡുവോറിഡെ, ഇങ്ങനെ കുറച്ച് കാറ്റഗറീസ് വരും. ഇതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഹെർപ്പസ് വൈറിഡെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹെർപ്പസ് കൊണ്ടുവരുന്ന വൈറസാണ് എന്നൊക്കെയുള്ളത്. ആര് കൊണ്ടുവരുന്നു, ഈ ഓരോ വൈറസും കൊണ്ടുവരുന്ന ഡിസീസ് എന്താണെന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ബാക്കി പോർഷനകത്ത് നമ്മൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറസുകളെ പരിചയപ്പെടുമ്പോൾ അന്നേരം പഠിക്കും കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് പേര് അറിഞ്ഞു വയ്ക്കുക. ഇനി RNA കണ്ടെയ്നിങ് വൈറസിനകത്ത് വരുന്നതാണ് പൈക്കോർണ വൈറിഡെ, കാൽസി വൈറിഡെ, ടുഗ വൈറസസ്, ഫ്ലാവി വൈറിഡെ, കൊറോണ വൈറിഡെ. കൊറോണ വൈറസ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ. റാബ്ഡോ വൈറിഡെ, റെട്രോ വൈറിഡെ മീൻസ് റെട്രോ വൈറസസ്. റാബ്ഡോ വൈറിഡെ എന്ന് പറഞ്ഞാൽ റാബ്ഡോ വൈറസസ് ആണ്. ഓക്കെ. ഫൈലോ വൈറിഡെയും ഫ്ലാവിയോ വൈറിഡെയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഫ്ലാവിയോ വൈറിഡെയും ഫൈലോ വൈറിഡെയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പാരാമിക്സോ വൈറസസ്, ഓർത്തോമിക്സോ വൈറസസ്, ബുണിയ വൈറിഡെ, അരണ വൈറിഡെ, റിയോ വൈറിഡെ, ബെർണ വൈറിഡെ, ഇങ്ങനെ കുറച്ച് വൈറിഡേസ് ആണ് RNA കണ്ടെയ്നിങ് വൈറസുകളിലുള്ളത്. കുറച്ചെണ്ണത്തിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഫ്ലാവി വൈറിഡെ, റാബ്ഡോ വൈറിഡെ, റെട്രോ വൈറിഡെ, അതുപോലെ പാരാമിക്സോ വൈറസസ്, ഓർത്തോമിക്സോ വൈറസസ് ഒക്കെയാണ് യൂഷ്വലി പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, യെസ്. ഇനി ഞാനിതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് കൊടുത്തേക്കുന്നത് DNA-യുടെയും RNA-യുടെയും. DNA വൈറസസുകളെ തന്നെ നമ്മൾക്ക് ഡബിൾ സ്ട്രാൻഡഡ് വൈറസസ് ആയിട്ടും സിംഗിൾ സ്ട്രാൻഡഡ് വൈറസ് ആയിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ സ്ട്രാൻഡഡിൽ എൻവലപ്ഡ് ഉണ്ട്, അൺഎൻവലപ്ഡ് ഉണ്ട്. എൻവലപ്ഡ് എന്താണെന്നുള്ളത് നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ എൻവലപ്ഡ് ഉള്ളതാണ് ഹെപ്പാഡ്ന വൈറസസ്, ഹെർപ്പസ് വൈറസസ്, പോക്സ് വൈറസസ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ അൺഎൻവലപ്ഡ് ആണ് അഡനോ വൈറസസ്, പാപ്പിലോമ വൈറസസ്, പോളിയോമ വൈറസസ്. ഓക്കെ. സിംഗിൾ സ്ട്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് പാവോ വൈറസസ് എന്ന് പറയുന്നത്. ഇനി RNA വൈറസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പോസിറ്റീവ് RNA ഉള്ളവർ, നെഗറ്റീവ് RNA ഉള്ളവർ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് RNA, നെക്സ്റ്റ് വൺ പോസിറ്റീവ് RNA ബട്ട് ദാറ്റ് ഇസ് ത്രൂ DNA. അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവിൽ തന്നെ എൻവലപ്ഡും അൺഎൻവലപ്ഡും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അൺഎൻവലപ്ഡ് വരുന്നതാണ് കാൽസി വൈറസസ്, പൈക്കോമ വൈറസസ് എന്ന് പറയുന്നത്. എൻവലപ്ഡിൽ വരുന്നതാണ് കൊറോണ വൈറസസ്, ഫ്ലാവി വൈറസസ്, ടുഗ വൈറസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെഗറ്റീവ് RNA-യിൽ വരുന്നത് എൻവലപ്ഡ് മാത്രമേ ഉള്ളൂ. അറീന വൈറസസ്, ബുണിയ വൈറസസ്, ഫൈലോ വൈറസസ്, ഓർത്തോമിക്സോ വൈറസസ്, പാരാമിക്സോ വൈറസസ്, റാബ്ഡോ വൈറസസ്. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാട്ടോ. ഇനി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഡബിൾ കാസ്പിഡ് ഉള്ളവരിനകത്ത് വരുന്നതാണ് റിയോ വൈറസസ് എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് RNA ദാറ്റ് ഇസ് ത്രൂ DNA, അതിൽ തന്നെ എൻവലപ്ഡ് ആയിട്ടുള്ളതാണ് റെട്രോ വൈറസസ് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാർഗ്ഗങ്ങളിലൂടെ ശ്രമിക്കണം. ഞാനൊരു നെമോണിക്സ് പോലൊരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ചെയ്യാം, നെമോണിക്സ് ഓർത്ത് വയ്ക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ലൈക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. നോൺ എൻവലപ്ഡിൽ വരുന്നതാണ് പൈക്കോർണ വൈറസും റിയോ വൈറസും. പൈക്കോർണ വൈറസിൽ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA-യും റിയോ വൈറസിൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA-യും ആണുള്ളത്. റിയോ വൈറസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആകെ 100 നാനോമീറ്റേഴ്സ് വരുന്നുള്ളൂ കേട്ടോ. ഇനി എൻവലപ്ഡ് ആണ് ഇവരെല്ലാവരും അടുത്ത സെറ്റ്. പക്ഷെ ഇവരെല്ലാവർക്കും സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA. അതിൽ വരുന്നതാണ് റാബ്ഡോ വൈറസസ്, ടുഗ വൈറസസ്, ഓർത്തോമിക്സോ വൈറസ്, ബുണിയ വൈറസ്, കൊറോണ വൈറസ്, അറീന വൈറസ്, റെട്രോ വൈറസ്, പാരാമിക്സോ വൈറസ്. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഇതിനകത്ത് ചൂസ് ചെയ്യുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യനൊക്കെ വരും. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. നോൺ എൻവലപ്ഡിൽ ഇതിപ്പോൾ RNA കഴിഞ്ഞു, DNA ആണ്. നോൺ എൻവലപ്ഡിൽ DNA-യിൽ വരുന്നത് പാർവോ വൈറസ്, പാപ്പോ വൈറസ്, അഡിനോ വൈറസ്, ഇറിഡോ വൈറസ്.
അതിൽ പാരോ വൈറസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA-യും പാപ്പോ വൈറസ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ളവരുമാണ്. അഡിനോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ളവരും ഇറിഡോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ളവരുമാണ്. ഓക്കെ, യെസ്. ഇനി എൻവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഹെപ്പാറ്റിന വൈറസ്, പോക്സ് വൈറസ്, ഹെർപ്പസ് വൈറസ്. അതിൽ ഹെപ്പാറ്റിന വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യലി ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഇവർക്ക്. പോക്സ് വൈറസ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഇവർക്ക്. ഹെർപ്പസ് വൈറസ് എന്ന് പറഞ്ഞാൽ അവർക്കും ഡബിൾ സ്റ്റാൻഡേർഡ് DNA തന്നെയാണ്. ഒരു 100 നാനോമീറ്റർ ഒക്കെയാണ് ഇവരുടെ ഡയമീറ്റർ വരിക. ഷേപ്പ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിട്ട് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ DNA ആണോ RNA ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, പേരുകൾ ഓർത്ത് വയ്ക്കുക, അത്രമാത്രം കേട്ടോ. യെസ്. അപ്പോൾ നമ്മളിനി അടുത്തൊരു പോർഷനിലോട്ട് മൂവ് ചെയ്യാണ്. ഹോസ്റ്റ് റേഞ്ചിൻ്റെ ബേസിസിൽ നമ്മൾ വൈറസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ത് ഹോസ്റ്റാണോ അവർ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടോ. അപ്പോൾ അത് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറിയാണ് ബാക്ടീരിയോഫേജ്. ഇതിന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോടെക്നോളജിയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബാക്ടീരിയോഫേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വൈറസാണ്, പക്ഷേ ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ബാക്ടീരിയനെ മാത്രമേ ഇൻഫെക്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ വൈറസുകളെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. ലാംഡ ഫേജ്, T2 ഫേജ്, T4 ഫേജ്, അങ്ങനെ കുറച്ച് ഫേജസ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഒന്നും എന്തായാലും നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി പ്ലാന്റ് വൈറസസ്. ഈ ബാക്ടീരിയോഫേജിനെ ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ബാക്ടീരിയോ, ദാറ്റ് മീൻസ് ബാക്ടീരിയനെ എഫക്റ്റ് ചെയ്യുന്നവർ, ആ ഒരു രീതിയിൽ ഓർത്ത് വയ്ക്കുക. പ്ലാന്റ് വൈറസ് എന്ന് പറഞ്ഞാൽ അവർ പ്ലാന്റ്സിനെ ആയിരിക്കും ഇൻഫെക്റ്റ് ചെയ്യുന്നതായിരിക്കുക. ഇവിടെ TMV എന്നാണ് എക്സാമ്പിൾ എടുത്തേക്കണേ. TMV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. കണ്ടിട്ടില്ല നിങ്ങൾ മറ്റേ പഴക്കൊലയുടെ ഷേപ്പിലിരിക്കുന്ന വൈറസ്? യെസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണിത്. അതുപോലെ തന്നെ ഉള്ളൊരു വൈറസാണ് കോളിഫ്ലവർ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനിമൽ വൈറസ് ആണ് മൂന്നാമത്തെ കാറ്റഗറി. അവർ പൊതുവെ അനിമൽസിനെ ആയിരിക്കും ഇൻഫെക്റ്റ് ചെയ്യുന്നതിനായിരിക്കുക. അതിന് എക്സാമ്പിളാണ് പോളിയോ വൈറസ്, റിട്രോ വൈറസ്, ഹെർപ്പസ് വൈറസ്, അഡിനോ വൈറസ്, അങ്ങനെയുള്ള കുറച്ചാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻസെക്ട് വൈറസ് എന്ന് പറയുന്നത്. ഇവർ പൊതുവെ ഇൻസെക്റ്റിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബാക്ടീരിയോ വൈറസ്, സാക്ബ്രൂഡ് വൈറസ്, എൻറ്റമോപോക്സ് വൈറസ്, ഗ്രാനുലോസിസ് വൈറസ്, അങ്ങനെ കുറച്ച് വൈറസുകളുണ്ട്. ഇത് പക്ഷേ നിർബന്ധമായിട്ടും പഠിക്കണം എക്സാമ്പിൾ സഹിതം. 4ആയിട്ടാണ് നമ്മൾ ഹോസ്റ്റിനനുസരിച്ച് ഈ വൈറസുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് രോഗത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ വൈറസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി റൂട്ട് വഴിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലൈക്ക് എയർ ഡ്രോപ്ലെറ്റ്സ്, അങ്ങനെയുള്ള റെസ്പിറേറ്ററി റൂട്ട് മുഖാന്തരം ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരാണ് ഈ സ്വൈൻ ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസുകൾ, റൈനോ വൈറസുകൾ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഫീക്കൽ മാറ്ററിൽ കൂടെയോ അല്ലെങ്കിൽ ഓറൽ റൂട്ടിൽ കൂടെ, ഓറൽ റൂട്ടിൽ കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ സലൈവ, അങ്ങനെയുള്ള ആ ഒരു പോർഷൻസിൽ കൂടെ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളാണ് ഹെപ്പാറ്റൈറ്റിസ് A കോസ് ചെയ്യുന്ന വൈറസ്, പോളിയോ വൈറസ്, റോട്ട വൈറസ് എന്നൊക്കെയുള്ള വൈറസുകൾ കേട്ടോ. പിന്നെ സെക്ഷുവൽ കോൺടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസസ് ആണ് റിട്രോ വൈറസസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അവരാണ് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നത്. ബ്ലഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരാണ് ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, HIV പോലെയുള്ള വൈറസുകൾ. HIV ഫുൾ ഫോം അറിയില്ലേ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സൂണോട്ടിക് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അനിമൽസൊക്കെ കടിക്കുമ്പോഴത്തേക്കും അതിൽ കൂടെ നമ്മൾക്ക് പകരുന്നു, അതിൽ കൂടെ നമുക്ക് കിട്ടുന്ന വൈറസുകളാണ്. നമ്മൾ ഈ പട്ടി കടിക്കുമ്പോഴത്തേക്കും നമുക്ക് പേവിഷബാധ ഉണ്ടാവുമെന്ന് പറയില്ലേ, അത് ശരിക്കും നമ്മുടെ ശരീരത്തിലോട്ട് പട്ടിയുടെ വായിൽ നിന്ന് പട്ടിയുടെ ഉമിനീരിൽ നിന്ന് നമ്മൾക്ക് വൈറസ് കിട്ടിയിട്ടാണ്. അപ്പോൾ അത് ആക്ച്വലി റൈബിസ് വൈറസ് ആണ്. അതുപോലെ ആൽഫ വൈറസ്, ഫ്ലാവി വൈറസ് ഒക്കെ ഇത്തരത്തിൽ ജന്തുക്കളുടെ കടിയിലൂടെ നമുക്ക് കിട്ടുന്ന വൈറസുകളാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ട്രാൻസ്മിഷൻ്റെ മോഡ് അനുസരിച്ചിട്ടുള്ള വൈറസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അവരുടെ സ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ 4ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ക്യൂബിക്കൽ വൈറസ്, അവരെ നമ്മൾ ഐക്കോസാഹീഡ്രൽ സിമെട്രി ഉള്ള വൈറസസ് എന്ന് ഇവിടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. റിയോ വൈറസും പൈക്കോർണ വൈറസൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ വിളിക്കേണ്ടായിരിക്കുക. ക്യൂബ് ഷേപ്പ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇനി സ്പൈറലായിട്ടുള്ള രീതിയിലുള്ളവരുണ്ട്, അതിന് നമ്മൾ ഹെലിക്കൽ സിമെട്രി ഉള്ള വൈറസസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഹെലിക്സ് രൂപത്തിലോ അല്ലെങ്കിൽ സ്പൈറൽ രൂപത്തിലൊക്കെ ആയിരിക്കും ഇവരിയ്ക്കുന്നുണ്ടായിരിക്കുക. അതിന് എക്സാമ്പിളാണ് പാരാമിക്സോ വൈറസും അതുപോലെ ഓർത്തോമിക്സോ വൈറസസും. ഇനി റേഡിയൽ സിമെട്രി ഉള്ള വൈറസസ് ആണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പിക്ചറിൽ. അതിനെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും അവരെ നമ്മൾക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ റേഡിയൽ സിമെട്രി വൈറസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. ദെൻ കോംപ്ലക്സ് വൈറസസ് ഉണ്ട്, അവർ നമ്മൾ പോക്സ് വൈറസസ് ആണ് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക.
കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഫിഗറൊക്കെ ഉള്ളവരാണ് ഈ ഒരു ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറിനനുസരിച്ച് നമ്മുടെ വൈറസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അവരുടെ റെപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചും അവരെവിടെയാണ് റെപ്ലിക്കേഷൻ നടത്തുന്നതെന്ന് പറയുന്നതനുസരിച്ച് നമ്മൾ കുറച്ചായിട്ട് അവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഹോസ്റ്റിൻ്റെ സൈറ്റോപ്ലാസത്തിലെ റെപ്ലിക്കേഷൻ നടത്തി അവിടെ അസംബിൾ ചെയ്യുന്നവർ എന്നുള്ള രീതിയിൽ. ഇതിനകത്ത് എല്ലാ RNA വൈറസും ഈ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ്. അവർ ഹോസ്റ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ അസംബിൾ ചെയ്യുന്നവരാണ്. പക്ഷേ ആകെ കൂടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉള്ളത് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന വൈറസാണ്. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. റെപ്ലിക്കേഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ട് പഠിക്കണേ. ഇനി ഹോസ്റ്റിൻ്റെ സൈറ്റോപ്ലാസത്തിൽ അസംബിൾ ചെയ്യും, പക്ഷേ റെപ്ലിക്കേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. അങ്ങനെയുള്ളവരാണ് ചില ഇൻഫ്ലുവൻസ വൈറസുകൾ, അതുപോലെ തന്നെ പോക്സ് വൈറസുകൾ. അവർ റെപ്ലിക്കേഷൻ എവിടെ നടത്തും, ന്യൂക്ലിയസിൽ നടത്തും. അവർ പിന്നീട് അസംബിൾ ചെയ്യുന്നുണ്ടായിരിക്കും, അത് എവിടെയായിരിക്കും, സൈറ്റോപ്ലാസത്തിലായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളുടെ ഹോസ്റ്റിൻ്റെ ന്യൂക്ലിയസിൽ തന്നെ റെപ്ലിക്കേഷനും അസംബ്ലി നടത്തുന്നവരാണ് മോസ്റ്റ്ലി DNA വൈറസസ്. DNA വൈറസസ് എല്ലാവരും അസംബിൾ ചെയ്യുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഹോസ്റ്റിൻ്റെ ന്യൂക്ലിയസിലാണ്. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അഗൈൻ പോക്സ് വൈറസസ് ആണ് അതിനൊരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഇനി നമ്മളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഇൻ്റർമീഡിയറ്റിൽ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. അതിന് എക്സാമ്പിളാണ് എല്ലാ DNA വൈറസസ്, റിട്രോ വൈറസസ്, പിന്നെ ചില ട്യൂമർ ഉണ്ടാക്കുന്ന RNA വൈറസസ് ഉണ്ട്. അവരെല്ലാവരും ഇതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഇൻ്റർമീഡിയറ്റിൽ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ. ദെൻ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഇൻ്റർമീഡിയറ്റിൽ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. അതിന് എക്സാമ്പിളാണ് എല്ലാ RNA വൈറസസും. അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, റിയോ വൈറസസും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ട്യൂമർ കോസ് ചെയ്യുന്ന ചില RNA വൈറസസ് എല്ലാം. ഇവർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഇൻ്റർമീഡിയറ്റിൽ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരാണ് നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. യെസ്. അപ്പോൾ ഇതാണ് റെപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതും റെപ്ലിക്കേഷൻ്റെ സൈറ്റും അനുസരിച്ചിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ പോകുന്നത് ദാറ്റ് ഇസ് ടു ദ സ്ട്രക്ചർ. വൈറസിൻ്റെ സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്: ക്യാപ്സിഡ്, എൻവലപ്പ്, ദെൻ ന്യൂക്ലിക് ആസിഡ്. ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും പാർട്സിലോട്ട് പോകുന്നുണ്ടായിരിക്കുക. വൈറസസിന് പലതരത്തിലുള്ള സൈസ് ഉണ്ട്, പല ഷേപ്പ് ഉണ്ട്, പല ഡയമീറ്റർ ഉണ്ട്. യൂഷ്വലി ഒരു ജനറൽ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 20 to 300 നാനോമീറ്റേഴ്സ് ആണ് അവരുടെ ഡയമീറ്റർ വരുന്നുണ്ടായിരിക്കുക. ആൻഡ് അവരുടെ പ്രോട്ടീൻ കോട്ടിനകത്തുള്ള ഓരോ സബ് യൂണിറ്റുകളെ നമ്മൾ ക്യാപ്സിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ. ഈ സബ് യൂണിറ്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഷേപ്പ് വരിക. ഇപ്പോൾ ക്യൂബിക്കലാണെങ്കിലും സ്പൈറലാണെങ്കിലും ഒക്കെയുള്ള ഷേപ്പ് ഈ ക്യാപ്സിഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. യൂഷ്വലി ഈ വൈറസുകളെല്ലാം സ്പിയർ ഷേപ്പിലോ റോഡ് ഷേപ്പിലൊക്കെയാണ് നമ്മൾക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അത് മാത്രമല്ലാതെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള വൈറസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് വൈറസസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. നമ്മൾ പഠിച്ചില്ലേ, ക്യൂബിക്കൽ, സ്പെറിക്കൽ, അതുപോലെ കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചില്ലേ. അങ്ങനെ പിന്നെ അവർക്ക് മെറ്റബോളിക് എൻസൈംസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹോസ്റ്റിലൂടെയാണ് അവരുടെ മെറ്റബോളിസം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. മെറ്റബോളിസം ഒന്നും നടത്താത്തത് കൊണ്ട് തന്നെ എനർജി ജനറേറ്റ് ചെയ്യാനും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും അവരെ കൊണ്ട് പോസിബിൾ ആകില്ല. പിടികിട്ടിയോ? യെസ്. അപ്പോൾ അങ്ങനെ ഇനി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. മെറ്റബോളിസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനർജി ഇല്ല, പ്രോട്ടീൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും എനർജിക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഹോസ്റ്റ് സെല്ലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹോസ്റ്റ് സെല്ലിൻ്റെ മെറ്റബോളിക് ആയിട്ടുള്ള മെഷീനറിനെയും റൈബോസോമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എനർജിയും പ്രോട്ടീനും ഒക്കെ അവർ കണ്ടെത്തുന്നത്. ആൻഡ് സൈസ് വെച്ചിട്ടല്ല വൈറസ് ഗ്രോ ചെയ്യുന്നത്, മാസ് വെച്ചിട്ടാണ്. മാസ് കൂടുന്നതനുസരിച്ച് അവർ ഡിവിഷനിലോട്ട് ലീഡ് ചെയ്യും. അങ്ങനെ പിടികിട്ടിയോ? ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടാണ് വൈറസിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. പിന്നീട് അവർ കോമ്പോണൻസ് ഒക്കെ അസംബിൾ ചെയ്തിട്ടാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള വൈറസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സൈസും അങ്ങനത്തെ ഷേപ്പും അവർക്ക് പ്രോട്ടീൻ മെക്കാനിസം ഉണ്ടോ, ആരെയാ ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നമ്മളിനി സ്ട്രക്ചറിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2 ടൈപ്പിലുള്ള സ്ട്രക്ചർ ആണ് വൈറസുകൾക്കുള്ളത്. നെയ്ക്കഡ് ആയിട്ടുള്ള വൈറസ് ഉണ്ട്, എൻവലപ്ഡ് ആയിട്ടുള്ളതുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ അൺഎൻവലപ്ഡ് എന്ന് പറഞ്ഞില്ലേ, ആ അൺഎൻവലപ്ഡിൻ്റെ വേറൊരു പേരാണ് നെയ്ക്കഡ് ആയിട്ടുള്ള വൈറസ്. നെയ്ക്കഡിനെ നമ്മൾ നെയ്ക്കഡ് ന്യൂക്ലിയോ ക്യാപ്സിഡ് വൈറസ് നമ്മൾ വിളിക്കാറുണ്ട്. നെയ്ക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എൻവലപ്പ് ഉണ്ടാവില്ല. ക്യാപ്സിഡിനെ സറൗണ്ട് ചെയ്തിട്ട് അവർക്ക് ഒരു എൻവലപ്പ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നെയ്ക്കഡ് വൈറസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി എൻവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സിഡിന് ചുറ്റും അവർക്ക് എന്തുണ്ട്, ഒരു എൻവലപ്പ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ക്യാപ്സിഡാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു വൈറസിൻ്റെ ന്യൂക്ലിക് ആസിഡിനെ അല്ലെങ്കിൽ ജീനോമിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്
കവർ ചെയ്തിട്ട് വരുന്നൊരു ഔട്ടർ കവറിങ്ങിനെയാണ് ഈ ക്യാപ്സുൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇതിനകത്തുള്ള ഓരോരോ സബ് യൂണിറ്റിന് നമ്മൾ ക്യാപ്സോമിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ക്യാപ്സോമിയേഴ്സ് കുറേ എണ്ണം ചേർന്നിട്ടാണ് ക്യാപ്സുൽ ഉണ്ടാവുക. ഇവരാണ് നമ്മളുടെ ന്യൂക്ലിക് ആസിഡിനെ അല്ലെങ്കിൽ ജീനോമിനെ എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ലാതെ അവരിൽ കാണുന്ന മറ്റൊരു കോമ്പോണൻ്റ് ആണ് ക്യാപ്സിഡ് സ്പൈക്സ് എന്ന് പറയുന്നത്. സെൽ സർഫസിലുള്ള പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ക്യാപ്സിഡ് സ്പൈക്സിനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ജീനോം ദാറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡിനെ ആണോ ആ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ന്യൂക്ലിക് ആസിഡും ക്യാപ്സിഡും കൂടെ വരുമ്പം അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നേരത്തെ കണ്ടില്ലേ നേക്കഡ് ന്യൂക്ലിയോ ക്യാപ്സിഡ് വൈറസ്. ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ജീനോമും ക്യാപ്സിഡും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സെല്ലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയാണ് ക്യാപ്സിഡിൻ്റെ ഫംഗ്ഷൻസ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻവലപ്പ്. എൻവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂഷ്വലി ലിപ്പിഡ്സും പ്രോട്ടീൻസൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മളുടെ മെംബ്രെയിൻസിനേക്കാളും കുറച്ചും കൂടെ ഒരു മോഡിഫൈഡ് വേർഷനിലുള്ളൊരു മെംബ്രെയിനാണ് ഇവർക്ക് കാണുന്നത്. നമുക്ക് ലിപ്പോ പ്രോട്ടീൻ മെംബ്രെയിൻ അല്ലേ, ലിപ്പിഡ്സും പ്രോട്ടീൻസൊക്കെ ഉള്ളത്, അതുപോലത്തെ തന്നെ ഒരു മെംബ്രെയിനാണ് അല്ലെങ്കിൽ ഒരു എൻവലപ്പാണ് ഇവർക്കുള്ളത്. പക്ഷേ കുറച്ചും കൂടെ മോഡിഫൈഡ് ആണ് എന്നുള്ളത് മാത്രം. ഈ എൻവലപ്പിലും നമ്മൾ ക്യാപ്സിഡിൽ കണ്ട പോലത്തെ സ്പൈക്സ് കാണാം. അത് സെൽ സർഫസിലുള്ള പ്രോട്ടീൻസുമായിട്ട് അഗെയിൻ ബൈൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ അനിമൽ വൈറസുകളെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ട്, ഹോസ്റ്റിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ മെംബ്രെയിൻ ഈസ് ആക്ച്വലി ടേക്കൺ. ഹോസ്റ്റിൻ്റെ മെംബ്രെയിനിൻ്റെ ഒരു ചെറിയ ഭാഗം അവർ എടുക്കുന്നുണ്ട്. ആൻഡ് അതൊരു ലിപ്പോ പ്രോട്ടീൻ മെംബ്രെയിനാണ്. നമ്മുടെ ഇത് ലിപ്പോ പ്രോട്ടീൻ മെംബ്രെയിൻ ആണല്ലോ. അപ്പോൾ ഹോസ്റ്റിൻ്റെ ലിപ്പിഡും വൈറസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീനും ഗ്ലൈക്കോ പ്രോട്ടീനും ഒക്കെ ഉള്ളൊരു ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു എൻവലപ്പായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? അത്രയേ ഉള്ളൂ നമുക്ക് എൻവലപ്പിനെ പറ്റി പഠിക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡ്സ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറസസിനകത്ത് ഐദർ DNA അല്ലെങ്കിൽ RNA ആയിരിക്കും. ആൻഡ് യൂഷ്വലി നമ്മളുടെ ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് അവർ കയറുന്നു. അതിനുള്ള ജീൻസൊക്കെ അവരിലുണ്ടായിരിക്കും. സ്പെഷ്യലി ഇൻവേഷൻ നടത്താനുള്ള ജീൻസൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് അവർ ഇൻവേഡ് ചെയ്തിട്ട് നമ്മളുടെ മെറ്റബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഇൻവേഡ് ചെയ്ത് സ്പെഷ്യൽ ജീൻസൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ അകത്ത് കയറി പറ്റി നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയൊക്കെ യൂസ് ചെയ്യുന്നവരെയാണ് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പസ് വൈറസ് ഒക്കെ. ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ഇതുപോലെ ഇൻവേഡ് ചെയ്യാൻ 4 ജീൻസാണ് ഉള്ളത്. ഹെർപ്പസ് വൈറസിന് 100 ജീൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഭയങ്കര ഇമ്പാക്ച്വൽ ആയിട്ട് മാറുന്നത് ഹെർപ്പസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്. പിടികിട്ടിയോ? ഇവർ പൊതുവെ മെറ്റബോളിക് ആയിട്ടുള്ള ജീൻസ് ഒന്നും കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് അവർ ഹോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. യൂഷ്വലി എല്ലാ വൈറസസും ഹാപ്ലോയിഡ് ആണ്, റെട്രോ വൈറസസ് ഒഴിച്ച്. കാരണം റെട്രോ വൈറസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള വൈറസാണ്, ഓർക്കണം കേട്ടോ. എക്സെപ്ഷണൽ കേസാണ്, ഓർക്കണം. എല്ലാ എക്സെപ്ഷണൽ കേസും ഓർക്കണം. പിന്നെ എല്ലാ DNA വൈറസസും പൊതുവേ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആണുള്ളത്. അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, പാർവോ വൈറസ് ആണ് അത് എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. അവർക്ക് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഉള്ളത്. SS എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡഡും DS എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡും ആണ്. ഇനി എല്ലാ RNA വൈറസുകൾക്കും സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ആണുള്ളത്. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, റിയോ വൈറസസ് അവർക്ക് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇങ്ങോട്ടും അങ്ങോട്ടും മാറിപ്പോയത്. എല്ലാ DNA വൈറസുകൾക്കും ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഒരെണ്ണം എക്സെപ്ഷൻ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള പാർവോ വൈറസ്. എല്ലാ RNAകൾക്കും സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ആണ്. അതിലൊരു എക്സെപ്ഷൻ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള റിയോ വൈറസ്, നോട്ട് റെട്രോ, റിയോ വൈറസസ്. പിടികിട്ടിയോ? ഇത് മാറിപ്പോവാതെ എല്ലാ എക്സെപ്ഷൻസും എല്ലാ എക്സാമ്പിൾസും കാര്യമായിട്ട് തന്നെ പഠിക്കുക. ഇത്രയുമാണ് നമ്മൾക്ക് വൈറസിൻ്റെ ക്ലാസിഫിക്കേഷനിലും സ്ട്രക്ചറിലും കാര്യമായിട്ട് പറയാനുള്ളത്. ആൻഡ് ഇത് കൂടാതെ നമ്മൾ റെപ്ലിക്കേഷനും ബാക്കിയുള്ള ഇൻഫെക്ഷൻ എങ്ങനെ നടക്കുക, ആര് എന്ത് അസുഖം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴി അടുത്തടുത്ത സെഷൻസിലായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയത് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ മെയിൽ ID യും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.